കുതുകാലുവെട്ടാണെങ്കിൽ ആണ്, അങ്ങനെ തന്നെ വിചാരിച്ചു. ഇവിടുത്തെ പ്ലാനിങ് അത് പറഞ്ഞാൽ മതി. ഇതുവരെ ഞാൻ പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതങ്ങനെയാണ് വിചാരിക്കണമെങ്കിൽ അങ്ങനെ അങ്ങ് വിചാരിച്ചോ. ഞാനേ സർപ്പമാണ്, സർപ്പം. എന്നെ നോവിച്ചിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ മുകളിലിരിക്കുന്ന ആള് വരെ ചോദിക്കും. പക്ഷെ സർപ്പം ഇത്ര വിഷം ആ പെണ്ണിനടുത്ത് ചീറ്റേണ്ട കാര്യമില്ല. ഞാനല്ല ചീറ്റ് ചെയ്തത്, അവളായിട്ട് ചെയ്തതാ. അവളോട് കണക്ക് ചോദിച്ച്. ഞാനായിരുന്നെങ്കിലും ഉണ്ടല്ലോ അന്നന്നത്തെ കണക്ക് അന്നങ്ങ് എഴുതി വെക്കും. ഇത് കണക്ക് ചോദിച്ചപ്പോ വായും മുളന്ന് നിൽക്കണം. എന്നിട്ട് ഇരുന്ന ഒരു കരച്ചില്. കണക്കൂല, ഒരു മണ്ണാങ്കട്ടയില്ല. അപ്പൊ പറഞ്ഞ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തേണ്ടി വരും, പകരം തങ്കം തന്നെ ആയിക്കോളാൻ പറഞ്ഞു. നീ കൂട്ടം ചേർന്ന് അവളെ ആക്രമിച്ചു, കുറെ പേരെ കൂട്ട് പിടിച്ചിട്ട് അല്ലേ തങ്കം? ഒരു മതിലിന്റെ അപ്പുറത്ത് ഒരു തണ്ടി പണി കാണിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ വിചാരിച്ചോന്നേ, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ കരഞ്ഞപ്പോ ഇവിടെ ഇരുന്ന് ചിരിച്ച പലരും ഇനി കരയാൻ പോവാണ്, പലരും. പിന്നെ നീ ഒരു കാര്യം ഓർത്തോ, നീ പറഞ്ഞില്ലേ നീ വിഷമാണ്, പാമ്പാണ്, ചീറ്റു എന്ന് പറഞ്ഞില്ലേ? ചീറ്റും. ഞങ്ങളെ തറവാട് അറിയാമോ? ഞങ്ങളുടെ പാരമ്പര്യം. കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷം ഇറക്കുന്ന ടീമാണ് ഞങ്ങള്. സൂക്ഷിച്ചോ. വന്ന് വിഷം ഇറക്കുമ്പോഴേ, വിഷം ഇറക്കി കഴിഞ്ഞിട്ട് അത് തല കല്ലിലിട്ട് തല്ലി പണ്ട് അത് പണ്ട് കഥയില്. ഇപ്പൊ അങ്ങനെയല്ല. പിന്നെ എത്ര വലിയ സർപ്പം ഒരു കീരി വിചാരിച്ചാ മതി. പെങ്ങളെ പറഞ്ഞപ്പോ രണ്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങോട്ട് അങ്ങ് കുതിര കയറും അങ്ങോട്ട്. എവളെ DDT പാർട്ടിയിൽ എടുത്ത ഗുണം ചെയ്യും. ആദ്യമേ നിങ്ങളുടെ തല വെട്ടു. നീ ഏട്ടന്റെ പെങ്ങൾ എനിക്കിട്ട് പണി തന്നമ്മാവാ. തങ്കോ എന്താ കാട്ടിയോള്? ചേച്ചി അവിടെ കുറെ പേരുമായിട്ട് ഗ്യാങ് കൂടിയിട്ട് എന്നോട് പറയാ കണക്ക് അവതരിപ്പിക്കാനായിട്ട്. ഓഡിറ്റിന്റെ സമയത്തല്ലേ കണക്ക് അവതരിപ്പിക്കേണ്ടത്. ഞാൻ കണക്കൊന്നും ശരിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. അല്ല, നീ ഇങ്ങനെ ഓരോന്ന് ചെയ്തിട്ടല്ലേ സെക്രട്ടറി സ്ഥാനം നേടിയെടുത്തത്? ചേച്ചി ഇതിലും വലിയ ഉടായ്പ കാണിച്ചിട്ടാണ് സെക്രട്ടറി സ്ഥാനം നേടിയെടുത്തത്. അമ്മ അത്ര വലിയ വർത്താനൊന്നും പറയാൻ. അല്ല, ഇതിപ്പോ അന്റെ സെക്രട്ടറി സ്ഥാനം പോവൊന്നുമില്ലല്ലോ. മിക്കവാറും പോവും അമ്മാവ. അവർ ADS-നെയൊക്കെ അറിയിച്ചു. അവര് വരുന്നുണ്ട് അടുത്ത ആഴ്ച. ഇനി അപ്പൊ തന്നെ കണക്ക് അവതരിപ്പിച്ചില്ലെങ്കിൽ എന്നെ ഉറപ്പായിട്ട് അവര് പുറത്താക്കും. എടി, ഇനി ഇപ്പൊ നീ വിഷമിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനം തിരിക്കുന്ന സമയത്ത് അതിന്റെ ഉത്തരവാദിത്തം നമ്മൾ കാണിക്കണം. കൃത്യമായിരിക്കണം കാര്യങ്ങളെല്ലാം. ഇല്ലെങ്കിൽ നമ്മൾ ഇതിനിറങ്ങി പുറപ്പെടരുത്. കാണിക്കേണ്ട സമയത്ത് കാണിച്ചാൽ മതിയല്ലോ. ആദ്യം കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് കാണിച്ചിട്ട് മനഃപൂർവ്വം അവളെ പുറത്താക്കാനുള്ള പരിപാടി. അത് ആ സമയത്തല്ലേ അവതരിപ്പിക്കേണ്ടത്. ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്? ആ സമയത്ത് നിനക്ക് കുറ്റമൊന്നും ഇല്ലെങ്കിൽ നിനക്ക് സെക്രട്ടറി സ്ഥാനം മാറേണ്ടി വരത്തില്ല. എന്തായാലും അവര് വരട്ടെ. അല്ല, അതെന്തായാലും അവള് ചെയ്യണത് ശരിയല്ലല്ലോ. ഈ ചേച്ചി അല്ലേലും ഇങ്ങനെ തന്നെയാണ്. എപ്പോ അയൽക്കൂട്ടത്തിന് വന്നാലും ഗ്യാങ് കൂടിയിട്ട് എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതെ, അതല്ലെങ്കിൽ അവൾക്ക് എന്റെ പെങ്ങൾക്ക് ഇത്തിരി ഇത് കൂടുതലുണ്ട്. ഇതിപ്പോ പ്രധാനമന്ത്രി ഒന്നല്ലല്ലോ, സെക്രട്ടറി സ്ഥാനല്ലേ. അത്രേ ഉള്ളൂ. രണ്ടുപേരും കണക്കാണ്. രണ്ടുപേരും കണക്കൊന്നല്ല. രണ്ടുപേരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രണ്ടുപേരും ഒരു വീട്ടിൽ നിന്ന് പോണവരാണ്. അവിടെ ചിലപ്പോൾ രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലാവും. ഒരു വീട്ടിൽ നിന്ന് പോണതല്ലേ. ഇപ്പൊ അവൾക്ക് കിട്ടിയില്ലെങ്കിൽ സെക്രട്ടറി സ്ഥാനം ഇവൾക്ക് കിട്ടിയെന്ന് കരുതി സമാധാനിച്ചൂടെ? പാര വെച്ചിട്ട് ഇവിടെ പുറത്താക്കേണ്ട ആവശ്യമുണ്ടോ? അതിനുള്ള ബോധം രണ്ടുപേർക്കും ഇല്ലാത്ത ഞാനിപ്പോ എന്ത് ചെയ്യാനാണ്? ഇവൾക്കുണ്ട്, അവൾക്കില്ല.